എത്ര കാലമായിട്ട് അറിയാം സുശീലിനെ? ഗ്രീറ്റിംഗ്സിലൂടെ അറിയാം. അപ്പോൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് പ്രേമം തുടങ്ങിയത്. ഗ്രീറ്റിംഗ്സ് ഒക്കെ ദീപ അയച്ചതല്ലേ? അതെ. നിങ്ങളുടെ പ്രേമത്തെ ഇവിടെ ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല. ദീപയെ വേറെ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? ഐ മീൻ വൺ വേ ട്രാക്ക് ലവ്? ഇല്ല. ഈ കൊലപാതകത്തിൽ ദീപയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. പൊയ്ക്കോളൂ. തന്റെ കൂട്ടുകാരോട് വരാൻ പറയൂ. ഈ മുറിയിലാണോ സുശീൽ താമസിച്ചിരുന്നത്? അതെ. ഈ ബാഗൊക്കെ? അത് സുശീലിൻ്റെതാണ്. ആ. ഈ ദീപ സുശീലിന്റെ ലവറാണോ? അവർ ഇഷ്ടത്തിലായിരുന്നു. വിവാഹത്തിന് ഇരു വീട്ടുകാരും സമ്മതിച്ചതായിരുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ആരെയെങ്കിലും സുധേവന് സംശയമുണ്ടോ? ഇല്ല. എപ്പോഴാ സുശീൽ കിടക്കാൻ പോയത്? ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി. ഓഹോ, ശരി. താൻ വരൂ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മോൻ എന്താ ഇങ്ങനെ പറയുന്നത്? അവനൊരു പാവമായിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്തത്? എനിക്കറിയാം. നിങ്ങളാണ് അവനെ കൊന്നത്. പോലീസിനോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാ. അല്ല മോനെ, ഞാനല്ല സുശീലിനെ കൊന്നത്. ഞാനത് വിശ്വസിക്കണം. എന്നെ പോലെ ആയിരുന്നില്ലേ നിങ്ങൾ അവനെ കാണേണ്ടിയിരുന്നത്? ദേഷ്യപ്പെട്ടെങ്കിലും എനിക്ക് അവനോട് വെറുപ്പുണ്ടായിരുന്നില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ദീപയെ നിങ്ങൾ മോളെന്ന് വിളിച്ചതിന് കുറച്ചെങ്കിലും കരുണ കാട്ടമായിരുന്നു. എന്നെ വിശ്വസിക്കും മോനെ, എനിക്കൊന്നും അറിയില്ല. നീ എന്നെ കുറ്റവാളിയാക്കരുത്. നിങ്ങൾ കുറ്റവാളിയാണ്, കൊലപാതകയാണ്. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, വെറുപ്പ്.
മോളെ മോളെ ദീപേ, നീ കരുതുന്നുണ്ടോ സുശീലിനെ കൊന്നത് ഞാനാണെന്ന്? ഒരു ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലാതെ ഒരാളെ കൊല്ലാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല. എല്ലാവരും സംശയിക്കുന്നത് എന്നെയാണ്. ഞാൻ എങ്ങനെ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തും? നിങ്ങളിത് കേൾക്കുന്നില്ലേ? നമ്മുടെ മക്കൾ എന്നെ സംശയിക്കുന്നു. മോൾ എന്നെ രണ്ടാനമ്മെന്ന് പറയുന്നു. ഞാനിത് എങ്ങനെ സഹിക്കും? എന്താ ഒന്നും പറയാത്തത്? അവരോട് പറ, ഞാനല്ല സുശീലിനെ കൊന്നതെന്ന്. ഞാൻ നിരപരാധിയാണെന്ന്. എന്റെ മക്കൾ എന്നെ തള്ളി പറയുന്നത് കേട്ടില്ലേ? പ്രഭാവതി, എന്നാലും നീ ഇത്രയും വേണ്ടിയിരുന്നില്ല. എന്താ ഈശ്വര, വല്ല തെളിവും കിട്ടിയോ? വ്യക്തമായ തെളിവ് കിട്ടി. ആരാ? ആ. എന്തിനാ കുട്ടി ഇത് ചെയ്തത്? ഉം?